മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. നമ്മുടെ കേരളത്തിലെ സകല BJP വിരുദ്ധരുടെയും അണ്ണാക്കിൽ പിരിവെട്ടിയ ദിവസം ഇന്ന്. BJPയുടെ നിയമസഭാ കക്ഷി നേതാവായിട്ട് ബേബി ഗോപകുമാറിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതൊന്നും കേന്ദ്ര നേതൃത്വം വെറുതെ ചെയ്തതല്ല. ഇതെത്രത്തോളം ഒരു അപകടമാണ് BJP വിരുദ്ധർക്ക് എന്ന് ലേശം ഒരു വകതിരിവ് BJPയെ കുറിച്ചുള്ള ഈ ഉണ്ണി ബാലകൃഷ്ണൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാനതൊന്ന് ഇവിടെ കൊടുക്കാം. സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് ബേബി ഗോപകുമാറിനെ നിർത്തുന്ന സമയത്താണ് ഉണ്ണി ബാലകൃഷ്ണൻ ഇത് വിളിച്ചു പറഞ്ഞിരുന്നത്. ഇനിയൊരു നിയമസഭാ കക്ഷി നേതാവ് വരും, അത് എതിരാളികളെ സംബന്ധിച്ച് CPM-നെ സംബന്ധിച്ച് അതൊരു അപകടമായിരിക്കും. ആരാണ് എന്ന് പോലും ഉണ്ണി അറിയാത്ത സമയത്താണ് ഇത്തരത്തിൽ ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞിരുന്നത്. നിങ്ങൾ അതൊന്ന് കേട്ടു, ഒരു ചെറിയൊരു ഭാഗം. അതിനുശേഷം ലീഗിലേക്ക് കടന്നാക്രമിച്ച് ബേബി ഗോപകുമാർ സംസാരിച്ചതും നമുക്ക് ഈ വീഡിയോയിൽ തന്നെ മുന്നോട്ട് വെക്കാം. നിങ്ങളൊന്ന് കേട്ടു ഉണ്ണി ബാലകൃഷ്ണൻ പറയുന്നത്. CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും ഏകകണ്ഠമായാണ് പിണറായി വിജയനെ തീരുമാനിച്ചത് എന്നുകൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഇപ്പോൾ ജില്ലാ നേതൃയോഗങ്ങളിൽ ഉയർന്നു വന്നിരിക്കുന്ന വിമർശനങ്ങളെ CPM-ന്റെ സംസ്ഥാന നേതൃത്വം ഗൗരവമായി പരിഗണിക്കുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം. ഇനിയിപ്പോൾ നാളെ നിയമസഭയിൽ സ്പീക്കറിനെ തെരഞ്ഞെടുക്കാനുള്ള തിരഞ്ഞെടുപ്പാണ് നടക്കാൻ പോകുന്നത്. നോക്കൂ, ആ മത്സരത്തിൽ പങ്കെടുക്കാനാണ് CPM-ന്റെ തീരുമാനം. ആരാണ് അവരുടെ സ്ഥാനാർത്ഥി? AC മൊയ്തീനാണ് മത്സരിക്കാൻ പോകുന്നത്. ഒരത്ഭുതവും സംഭവിക്കാൻ പോകുന്നില്ല. UDF-ന് 102 സീറ്റുകളുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്വാഭാവികമായും തെരഞ്ഞെടുക്കപ്പെടും, നിയമസഭാ സ്പീക്കറാകും. പക്ഷേ മറ്റൊരു കൂട്ടർ കൂടി മത്സരരംഗത്ത് ഇറങ്ങുകയാണ് കേട്ടോ. അത് BJP ആണ്, NDA ആണ്. അവർക്ക് കേവലം 3 സീറ്റുകൾ മാത്രമാണ് ഈ നിയമസഭയിലുള്ളത്. എന്നിട്ടുകൂടി ചാത്തന്നൂരിൽ അത്ഭുതം സൃഷ്ടിച്ച ബേബി ഗോപകുമാറിനെ മത്സരിപ്പിക്കാനാണ് BJPയുടെ തീരുമാനം. അതായത് പ്രതിപക്ഷത്തിന്റെ ഗെയിമിലേക്ക് ഗൗരവത്തോടുകൂടി BJPയും കളിക്കാൻ ഇറങ്ങുന്നു എന്നാണ് അർത്ഥം. നോക്കൂ, അവർക്കൊരു നിയമസഭാ കക്ഷിയുണ്ട്. ആ നിയമസഭാ കക്ഷിക്ക് നിശ്ചയമായും ഒരു നേതാവ് ഉണ്ടാകും. ആ നേതാവിന് തിരുവനന്തപുരത്ത്, അതായത് സംസ്ഥാന തലസ്ഥാനത്ത് ഒരു ഓഫീസും ഉണ്ടാകും. പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവായിരിക്കും. അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് ജനങ്ങൾക്ക് കടന്നു ചെല്ലാനുള്ള സൗകര്യം ഉണ്ടാകുമോ, സാഹചര്യം ഉണ്ടാകുമോ എന്നൊരു പ്രധാന ചോദ്യമുണ്ട്. എന്താ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി പറഞ്ഞത്? മുഷിഞ്ഞ വസ്ത്രമിട്ട് വരുന്ന സാധാരണക്കാരെ സ്വീകരിക്കാത്ത നേതാവാണ് പിണറായി വിജയൻ എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ സാധാരണക്കാർ എങ്ങോട്ടാണ് പോവുക? BJPയുടെ നിയമസഭാ കക്ഷി നേതാവിന്റെ ഓഫീസിലേക്ക് പോകുമോ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ സംസ്ഥാനത്തെ പ്രതിപക്ഷം, ശരിയായ പ്രതിപക്ഷം ആരാണ് എന്നൊരു ഗെയിം ആരംഭിക്കാൻ പോവുകയാണ്. അത് വളരെ നിർണായകമായ ഒരു നീക്കമായിരിക്കും. അത് കരുതിയിരിക്കണം CPM എന്നാണ്. നിങ്ങൾ കേട്ടില്ലേ? ബേബി ഗോപകുമാറിനെ സ്പീക്കർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന സമയത്ത് ആ ഒരു ഘട്ടത്തിൽ തന്നെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്, യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് BJP രംഗത്ത് വന്നതിന്റെ തുടക്കമാണ്. ഇനിയൊരു നിയമസഭാ കക്ഷി നേതാവ് തിരുവനന്തപുരത്ത് അവർക്കൊരു ഓഫീസ് ഉണ്ടാവും. അത് BJPയുടെ ഒരു പ്രധാനപ്പെട്ട നേതാവായിരിക്കും. അത് പിണറായി വിജയന്റെ അടുത്തേക്ക് സാധാരണക്കാർ പോവില്ല. ഇനി പോവാൻ പോകുന്നത് BJPയുടെ നിയമസഭാ കക്ഷി നേതാവിന്റെ ഓഫീസിലേക്കായിരിക്കും. അതൊരു അപകടമാണ്, CPM-നെ സംബന്ധിച്ച് വെല്ലുവിളിയാണ് എന്ന് കൃത്യമായിട്ട് ഉണ്ണി ബാലകൃഷ്ണൻ വിളിച്ചു പറഞ്ഞിരുന്നു. ഉണ്ണി ബാലകൃഷ്ണൻ പോലും വിചാരിച്ചിട്ടുണ്ടാവില്ല ബേബി ഗോപകുമാറിനെ തന്നെ നിയമസഭാ കക്ഷി നേതാവാക്കിയിട്ട് BJP കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിക്കുമെന്ന്. ബേബി ഗോപകുമാർ എന്ന് പറയുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരുടെ പൾസ് അറിയുന്നൊരു നേതാവാ, മണ്ണിന്റെ മണമറിയുന്നൊരു നേതാവാ. ചാത്തന്നൂരിൽ അങ്ങ് വിജയിച്ചു വന്നത് വെറുതെ അല്ല എന്നുള്ളത് കേരള ജനത ഒന്നടങ്കം ഇപ്പൊ തിരിച്ചറിയുകയും ചെയ്ത്. വെറും 3000 വോട്ടുള്ള 3000 ചില്ലാൻ വോട്ടുള്ള 2016 അവിടെ മത്സരം തുടങ്ങിയിട്ട് 2026 MLA ആയിട്ട് ഒന്നാമനായിട്ട് ചാത്തന്നൂർ ജനത വിജയിപ്പിച്ചത് വെറുതെ ഒന്നല്ല, ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ജനകീയ നേതാവായതുകൊണ്ടാ. ഈ ബേബി ഗോപകുമാറിനെ പിടിച്ച് നിയമസഭാ കക്ഷി നേതാവ് ആക്കുന്ന സമയത്ത് കേന്ദ്ര നേതൃത്വം മറ്റൊരു കാര്യം കൂടി ദീർഘവീക്ഷണത്തോടു കൂടി നോക്കി കണ്ടിട്ടുണ്ട്. വി മുരളീധരന്, അദ്ദേഹം എവിടെ നിന്ന് സംസാരിച്ചാലും, മുൻ കേന്ദ്രമന്ത്രി കൂടിയാണ്, എവിടെ നിന്ന് സംസാരിച്ചാലും നമ്മുടെ കേരളത്തിലെ സകല പ്രമുഖ മാധ്യമങ്ങളും അത് ഒപ്പിയെടുക്കും. രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന BJPയുടെ പ്രസിഡന്റ് ആണ്. അദ്ദേഹവും എവിടെ നിന്നാലും സംസാരിച്ചാൽ മാധ്യമങ്ങൾ ഒപ്പിയെടുക്കും. ഇനി ബേബി ഗോപകുമാർ, നമ്മുടെ മാധ്യമങ്ങൾ മനഃപൂർവ്വം അദ്ദേഹത്തെ മറച്ചു പിടിക്കാൻ ശ്രമിക്കും. മണ്ണിന്റെ മണമറിയുന്ന ജനങ്ങൾക്കിടയിൽ ജീവിച്ച നേതാവായിട്ടുള്ള ബേബി ഗോപകുമാറിന് കൃത്യമായിട്ടൊരു സ്ഥാനത്തേക്ക് കേന്ദ്ര നേതൃത്വം നിർത്തിയിട്ടുള്ളത്. 3 പേരെയും കേന്ദ്ര നേതൃത്വം ഒരേപോലെ ചൂസ് ചെയ്യുന്നു, ഒരേപോലെ. അതായത് കേരളത്തിലെ BJPയുടെ വളർച്ചയ്ക്ക് കേന്ദ്ര നേതൃത്വം 3 MLA മാരെയും ഒരേപോലെ ഉപയോഗിക്കുന്നു.
വളരെ വ്യക്തമാണ് കേരളം ഭാരതീയ ജനതാ പാർട്ടി പിടിക്കുമെന്ന്. ഇത് പറഞ്ഞതല്ല, കൃത്യമായ നിലപാടുള്ള ഒരു നേതാവ് കൂടിയാണ് ബി ഗോപകുമാർ. അദ്ദേഹം പറയുന്നതിന് ചെറിയൊരു ഭാഗം ഞാൻ ഇവിടെ കൊടുക്കാം, നിങ്ങൾ അതൊന്ന് കേട്ടു നോക്കൂ. അദ്ദേഹം പങ്കെടുത്തൊരു ഇന്റർവ്യൂവിലെ ചെറിയൊരു ഭാഗമാണ്, നിങ്ങൾ കേട്ടു നോക്കൂ. ബിജെപിയുടെ നയം ഏതൊരു നല്ല കാര്യത്തെയും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ വികസനത്തെക്കുറിച്ച് നിങ്ങൾ ഈ ഗവൺമെന്റ് വികസനത്തിന്റെ കാര്യത്തിൽ നരേന്ദ്രമോദിജിയുടെ പാത പിന്തുടർന്നാൽ ഞങ്ങൾ ആശയപരമായും രാഷ്ട്രീയപരമായി എതിർക്കേണ്ട കാര്യമുള്ളൂ. വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തിന്റെ വികസനത്തിന്റെ കാഴ്ചപ്പാടിൽ ആരോടൊപ്പം യോജിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നല്ല കാര്യങ്ങളെ എന്തായാലും പിന്തുണയ്ക്കും. നല്ല കാര്യങ്ങളെ പിന്തുണയ്ക്കും. എന്തായാലും ഇവര് ഒരു ക്രിയാത്മക പ്രതിപക്ഷത്തിന്റെ റോളിലേക്ക് 3 പേരാണെങ്കിലും ആ രീതിയിലായിരിക്കും പെരുമാറും. അല്ല, അവർ രണ്ടും ഒന്നാണല്ലോ. ദേശീയ തലത്തിൽ അവർ രണ്ടും ഒന്നല്ലേ. പ്രതിപക്ഷം എന്ന് പറഞ്ഞ ഈ 3 പേരാ യഥാർത്ഥ പ്രതിപക്ഷം. അവർ രണ്ടും ദേശീയ തലത്തിൽ ഒരുമിച്ചല്ലേ. അപ്പോൾ തൊട്ടടുത്ത് തമിഴ്നാട്ടിൽ അവർ ഒരുമിച്ചല്ലേ മത്സരിച്ചത്, ഇവിടെ വേറിട്ടാണെങ്കിലും. ഇപ്പോൾ വനിതാ സംവരണ ബില്ലിനെ പാർലമെന്റിൽ ഇവരെല്ലാം കൂടി ഒരുമിച്ചല്ലേ എതിർത്തത്. മോദിജി ഗവൺമെന്റ് എതിർക്കുന്ന കാര്യത്തിൽ അവർ രണ്ടും പാർലമെന്റിൽ ഒരുമിച്ചല്ലേ. കേരളം ഒഴികെയുള്ള എല്ലാ സ്ഥലത്തും ഇവർ ഒരുമിച്ചല്ലേ സമരം ചെയ്യുന്നത്. അപ്പോൾ ഈ 3 പേരാണ് കേരളത്തിലെ പ്രതിപക്ഷം. ലീഗിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കോൺഗ്രസ് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അതെ. അപ്പോൾ ലീഗിനാൽ നിയന്ത്രിക്കപ്പെടുന്ന കോൺഗ്രസ് ഒരു വലിയ അസംതൃപ്ത വിഭാഗം അവിടെയുണ്ട്. ആ അസംതൃപ്ത വിഭാഗവും നാളുകളിൽ BJPയുടെ ഭാഗമാകും. BJPയിലേക്ക് LDF നിന്നും UDF നിന്നും ആൾക്കാർ ഈ കൂടുതലായി വരും. ഈ വലിയൊരു അസംതൃപ്ത വിഭാഗം വരും വർഷങ്ങളിൽ BJPയുടെ ഭാഗമാകും. അതുകൊണ്ട് ബംഗാളിലെ പോലെ 3 ടേം BJPക്ക് കേരള രാഷ്ട്രീയത്തിൽ കാത്തിരിക്കേണ്ടി വരില്ല. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെ 3-ൽ നിന്ന് ഭൂരിപക്ഷത്തിലേക്ക് BJP പോകും കേരളത്തിൽ. നിങ്ങൾ കേട്ടില്ലേ, വ്യക്തമായ ലക്ഷ്യമുള്ള ഒരു നേതാവ് തന്നെയാ ബി ഗോപകുമാർ. അദ്ദേഹം ആദ്യം തന്നെ എടുത്തു പറയുന്നു, ജനങ്ങളുടെ വികസനത്തിന് വേണ്ടി ആർക്കൊപ്പവും ചേർന്ന് പ്രവർത്തിച്ച് മുന്നോട്ട് പോകും. ഇവിടെയുള്ള രണ്ടാമതായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നു, ഇവിടെയുള്ള യഥാർത്ഥ പ്രതിപക്ഷം അത് ഞങ്ങളാണ്. ഒരിക്കലും LDF ഇടതുപക്ഷം ഒരിക്കലും പ്രതിപക്ഷമല്ല. കാരണം തമിഴ്നാട്ടിൽ ഉൾപ്പെടെ രാജ്യത്ത് മറ്റെല്ലാ സ്ഥലങ്ങളിലും കോൺഗ്രസും CPM ഒക്കെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ടല്ലേ മത്സരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ തന്നെയാണ് യഥാർത്ഥ പ്രതിപക്ഷം. മൂന്നാമതായിട്ട് അദ്ദേഹം എടുത്തു പറയുന്നു, ലീഗിന് UDFൽ ലീഗിന് താല്പര്യമില്ലാത്ത വലിയൊരു സമൂഹമുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ആ ലീഗിന്റെ ശല്യം കാരണം UDFലുള്ള വലിയൊരു സമൂഹം BJPയിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ എത്തും. അതൊരു യാഥാർത്ഥ്യ. അത് കൃത്യമായിട്ട് തന്നെ എത്തും. അത് എത്ര പക്വമായിട്ടാണ് ബി ഗോപകുമാർ കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഭാരതീയ ജനതാ പാർട്ടി കേരളം പിടിക്കുക എന്നുള്ള വ്യക്തമായ ലക്ഷ്യമായിട്ട് തന്നെയാ ഭാരതീയ ജനതാ പാർട്ടിയെ കേരളത്തിൽ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നതിന്റെ കൃത്യമായ ലക്ഷ്യവുമായിട്ട് തന്നെയാ ബി ഗോപകുമാറൊക്കെ രംഗത്തെത്തിയിട്ടുള്ളത്. ഏതായാലും ഉണ്ണി ബാലകൃഷ്ണനൊക്കെ ഭയന്നതിനേക്കാൾ ഒരുപാട് പടി മുകളിൽ നിന്ന് തന്നെയാ കേന്ദ്ര നേതൃത്വം കൃത്യമായിട്ട് ഒരു ചെക്കങ്ങ് കേരളത്തിൽ വെച്ചത്. ഇവിടെ കുറെ ആളുകള് മറ്റാരെങ്കിലും ഒക്കെ നിയമസഭാ കക്ഷി നേതാവായിട്ട് വരുമെന്നാ കരുതിയിരുന്നത്. എന്നാൽ ബി ഗോപകുമാർ എത്തുന്നു. അതോടുകൂടി 3 MLA-മാരും വളരെ വാല്യൂ ആയിട്ട്, അതായത് വളരെ പ്രാധാന്യമുള്ള 3 പേര് ഒരേപോലെ സ്ഥാനങ്ങൾ വഹിക്കുന്ന, അതായത് 3 പേര് നമ്മുടെ കേരളത്തിലെ യഥാർത്ഥ പ്രതിപക്ഷമായിട്ട് മാറും. ഒരിക്കലും CPM-ന് ഇടതുപക്ഷത്തിന് കേരളത്തിൽ ഇടതുപക്ഷം ഈ പറയുന്ന പ്രതിപക്ഷമാവാൻ സാധിക്കില്ല. കാരണം മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും കോൺഗ്രസും CPM ഒരുമിച്ചാണ്. അവർ പല കൂട്ടുകച്ചവടവും നടത്തുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യ. ജനങ്ങൾക്ക് വേണ്ടി ഇനി BJPയെ നിയമസഭയിൽ നയിക്കുക ബി ഗോപകുമാറായിരിക്കും. ഉണ്ണി ബാലകൃഷ്ണൻ മുതൽ കേരളത്തിലെ സകല BJP വിരുദ്ധരുടെയും മണ്ടയ്ക്കൊരു കൊട്ട് കിട്ടിയ ദിവസമാണ് ബി ഗോപകുമാറിനെ തന്നെ നിയമസഭാ കക്ഷി നേതാവാക്കിയിട്ട് BJP പ്രഖ്യാപിച്ചത് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക.